ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ നിന്ന് ഈ മനോഹരമായ അതിപുരാതനമായ ഇരുമ്പ് തൂക്കുപാലം കയറി എത്തിച്ചേരുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലേക്കാണ്. ഇത്തിക്കരയാറിന് മുകളിലായിട്ടാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു പുഴയാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ജലം കുറവാണ്. ഇത്തിക്കരയാറിൽ നിന്നും ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കാനായി വലിയ കരിങ്കൽ പാളികൾ പാകിയ പടിക്കെട്ടുകൾ കാണാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇത് തൃപ്പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം. പഴയകാല വാസ്തു വിദ്യ വിസ്മയമായ ഒരു കളിത്തട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് പ്രശസ്തമായ പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പള്ളിക്കലിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ ഇത്തിക്കരയാറിന് സമീപത്താണ് അതിപുരാതനമായ ഈ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നിൽ വലത്തു പത്മവും പിന്നിൽ ഇടത്തു ശംഖും മുന്നിൽ വലത്ത് ചക്രവും മുന്നിൽ ഇടത്ത് ഗദയും ചേർന്ന ചതുർബാഹുവായ ചൈതന്യപൂർണമായ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠയുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം. അതുപോലെ തന്നെ ഇതേ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ഉപദേവനായി ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി തടിയിൽ തീർത്ത മച്ചുകളോടുകൂടിയ ധാരാളം കൊത്തുപണികളോടുകൂടിയ അതിപുരാതനമായ ഒരു നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. സോപാനപ്പടിയിലും ക്ഷേത്ര ഭിത്തികളിലുമായി ധാരാളം ശില്പവിദ്യകൾ നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിൻ്റെ വാതിലിന് ഇരുവശവുമായി 2 മിഴിവുറ്റ ദ്വാരപാലകരുടെ ശില്പങ്ങൾ നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. ശ്രീകോവിലിന് ചുറ്റും ശില്പങ്ങൾ, വ്യാളീമുഖങ്ങൾ, സിംഹമുഖങ്ങൾ, ആനകൾ, കുതിരകൾ തുടങ്ങി കലാസൗകുമാര്യം നിറഞ്ഞ വനമാല മൃഗമാലയോടുകൂടിയ ധാരാളം ശില്പവിദ്യകൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ക്ഷേത്രത്തിലെ അഭിഷേകങ്ങൾക്കും നിവേദ്യങ്ങൾക്കും ജലമെടുക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അത്യപൂർവമായ മണിക്കിണർ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും. നാലമ്പലത്തിനുള്ളിലായി ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പഴയകാല 2 വലിയ പത്തായങ്ങൾ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. മച്ചിൽ ധാരാളം കൊത്തുപണികളോടുകൂടിയ വലിയൊരു ബലിക്കൽപുരയും വലിയൊരു ബലിക്കല്ലും നമുക്കിവിടെ ക്ഷേത്രത്തിന് മുന്നിൽ ദർശിക്കാൻ കഴിയും. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന് സമീപം ബലിക്കൽപുരയുടെ ഭിത്തികളിലായി ഒരു പഴയ ശിലാലിഖിതം കാണാം. അതിൽ തിതിയൻ വക എന്ന് കൊത്തിവെച്ചിരിക്കുന്നതായി കാണാൻ കഴിയും.
പുരാതന സംഘകാലത്ത് തെക്കൻ കേരളം ഭരിച്ചിരുന്ന ആയി രാജവംശത്തിലെ പ്രമുഖനായ ഒരു രാജാവാണ് തിതിയൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് തന്നെ ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തോളം പഴക്കം അനുമാനിക്കാവുന്നതാണ്. ആണ്ടിരൻ എന്ന സംഘകാല രാജാക്കന്മാരിൽ ആരെങ്കിലും ഒരാളുമായി തിതിയൻ രാജാവ് പകൽ യുദ്ധത്തിന് കുറികൊണ്ട സ്ഥലമാണ് പകൽക്കുറി എന്നാണത്രേ ഐതിഹ്യം. രാവിലെ 5 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. ഈ മഹാക്ഷേത്രത്തിൽ ഒരു വീഡിയോ എടുക്കുന്നതിന് അനുവാദം തന്ന പ്രിയപ്പെട്ട ക്ഷേത്ര പൂജാരിക്കും ക്ഷേത്ര ട്രസ്റ്റിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.